പള്ളികളും കൂദാശ തൊഴിലാളികളും വിശ്വാസികൾക്ക് ഭാരമാകുമ്പോൾ അന്തിക്രിസ്തുക്കൾ ദൈവമക്കളെ വഴിതെറ്റിക്കുവാനായി പൈശാചിക സഭകൾ ഉണ്ടാക്കി അവരുടെ പണം കൊണ്ട് വലിയ പള്ളികൾ എന്ന പേരിൽ വലിയ മണിമാളികകൾ ഉണ്ടാക്കി മതം മാറ്റം നടത്തി മതക്കച്ചവടം നടത്തി സുഖിച്ചു വാഴുമ്പോൾ പൊറുതിമുട്ടിയ ജനങ്ങൾ പള്ളികൾ തകർക്കുകയും പള്ളികളെയും പാതിരിമാരെയും തീറ്റിപ്പോറ്റുവാൻ നിവൃത്തിയില്ലാത്ത വിശ്വാസികൾ അവ കിട്ടുന്ന വിലയ്ക്ക് ബാർ മുതലാളിമാർക്കും വേശ്യാലയം നടത്തിപ്പുകാർക്കും വരെ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുമ്പോൾ വിലപിക്കുന്ന വിശ്വാസികളെ നിങ്ങൾ എന്തിനു വിലപിക്കുന്നു? മരാമത്ത് പാതിരികൾ കെട്ടിപ്പൊക്കിയ പള്ളികളെന്ന കരിങ്കൽ ഗോപുരങ്ങളിൽ ദൈവമില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞത്, ഇവിടെ താരിപ്പുകൾ വചനവിരുദ്ധമെന്ന് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? അവർ വിശുദ്ധ വേദപുസ്തകം മനസ്സിരുത്തി ഒന്ന് വായിച്ചു. ആ ജ്ഞാനോദയത്തിന്റെ അടയാളമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുക. വചനം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെയാകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടുന്നതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. എന്തിന്? നാട്ടുകാരെ കാണിക്കാൻ. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആ പ്രതിഫലമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം വാക്യത്തിൽ ഇപ്രകാരം തുടരുന്നു, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ അപ്പനോട് യാചിക്കുന്നത്? ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം നമ്മൾ കരഞ്ഞ് യാചിച്ചിട്ടാണോ ലഭിച്ചിരിക്കുന്നത്? അല്ല, എല്ലാം അതിൻ്റെതായ കൃത്യസമയത്ത് അറിഞ്ഞു നൽകിയിട്ടുണ്ട്. ആര്? നമ്മുടെ പിതാവ്. നമ്മുടെ പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ ആരുടെ പള്ളിയിലാണ് പോകേണ്ടുന്നത്? അവിടെ പോയി പാതിരിയുടെ കുർബാനകളി കണ്ടെങ്കിലേ പിതാവ് നമുക്ക് അനുഗ്രഹം തരികയുള്ളൂ. ഏതോ ആണുങ്ങൾ ഏതോ കാലത്ത് എഴുതി വെച്ച സ്ക്രിപ്റ്റുകൾ കാറിക്കൂവുന്നത് പ്രാർത്ഥനയാകുമോ? അപ്പനോട് സംസാരിക്കുവാൻ വല്ലവനും എഴുതിയ സ്ക്രിപ്റ്റിന്റെയോ പ്രാർത്ഥനയുടെയോ ആവശ്യമുണ്ടോ? പാസ്റ്റർ മറുഭാഷ പറഞ്ഞു തുള്ളണോ? പിന്നെന്താണ് വേണ്ടുന്നത്? നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇവന്മാർ നമുക്ക് എന്ത് തരും? ഇവന്മാർ നമുക്കൊന്നും തരില്ല. പകരം നമ്മൾ ഇവന്മാർക്ക് സൂത്രക്കാഴ്ച കൊടുക്കണം, ദശാംശം കൊടുക്കണം, അവന്റെ കൈയും മുത്തണം. നിന്റെ കയ്യിലെ പഴങ്കഞ്ഞി എനിക്ക് തരൂ, ഞാൻ നിനക്ക് വിശക്കാതിരിക്കുവാനുള്ള സൂത്രം പറഞ്ഞു തരാം, പ്രാർത്ഥിക്കാം എന്ന് കുർബാന കൂദാശ തൊപ്പി തൊഴിലാളികൾ പറയുന്നു. കർത്താവ് എങ്ങനെയാണ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത്? മത്തായിയുടെ സുവിശേഷം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. മറ്റുള്ള ക്രമങ്ങളൊക്കെ ആരുണ്ടാക്കിയതാണ്? അന്തിക്രിസ്തുക്കൾ ഉണ്ടാക്കി. പ്രാർത്ഥനയെ ഒരു ബാല പോലെയാക്കി കഴിഞ്ഞ 1000-ലധികം വർഷമായി അവർ ലാഭകരമായി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞായറാഴ്ച മാത്രം തുറക്കുന്ന ഈ നാടകശാലകൾ ഇപ്പോൾ ജനങ്ങൾക്ക് ഭാരമായി തീർന്നിരിക്കുന്നു. അവർ അതിനെ വിറ്റുതുലയ്ക്കുന്നു. വചനത്തിന്റെ നിവൃത്തീകരണം. ജർമ്മനിയിൽ ഇപ്രകാരം വിൽപ്പനക്കിട്ടിരിക്കുന്ന ആയിരക്കണക്കിന് പള്ളികളെ കുറിച്ച് ഇന്നലെ ഐറ്റ് ന്യൂസ് ഒരു വാർത്ത നൽകിയിരുന്നു. ആ വാർത്ത കണ്ട് വളരെയേറെ സങ്കടം തോന്നിയ വിശ്വാസികളുടെ കമന്റ് കണ്ടിട്ടാണ് ഇന്ന് ഇപ്രകാരം ഒരു എപ്പിസോഡ് ചെയ്യുവാൻ ഞങ്ങൾ തീരുമാനിച്ചത്. എൻ്റെ ഭവനം എൻ്റെ ആലയം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന മൈ ചർച്ചിന്റെ സ്ഥാപകൻ എബി തോമസ് അച്ചായന്റെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം. മതക്കച്ചവടക്കാരുടെ അടിവേരർക്കുന്ന ഒരു ആശയമാണ് മൈ ചർച്ച്. ഓരോ വീടുകളും ദൈവത്തിന്റെ ആലയങ്ങളായി മാറുമ്പോൾ
നമ്മൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി മാറുമ്പോൾ ഒരു ക്രിസ്തുവും ഒരു ആട്ടിൻപറ്റവും എന്ന ആശയം യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ പിതാവിനോട് സംസാരിക്കുവാൻ നമുക്കിടയിൽ ഒരു കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളിയുടെ ആവശ്യം ഇല്ലാതാകുമ്പോൾ, പിരിവുകൾ ഇല്ലാതാകുമ്പോൾ, സുവിശേഷം പ്രഘോഷിക്കുവാനല്ല പ്രവൃത്തിപഥത്തിൽ ആക്കുവാനാണെന്ന് ഓരോ വിശ്വാസിയും തിരിച്ചറിയുമ്പോൾ, ഓരോരുത്തരും രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് രഹസ്യമായി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കൂദാശ കുർബാന തൊപ്പി വചനത്തൊഴിലാളികളുടെ പ്രസക്തി നഷ്ടപ്പെടും. തൊപ്പിത്തൊഴിലാളികൾ തൊഴിലുറപ്പിനിറങ്ങുന്ന സമയം വരും. അന്തിക്രിസ്തുക്കളുടെ പള്ളികൾ ഇവിടെയും ബാറുകളും മീൻചന്തകളും ആയി മാറും. വചനത്തിന്റെ നിവൃത്തീകരണം പൂർത്തിയാകും. ജനങ്ങൾ ക്രിസ്തുവിലേക്ക് അടുക്കും. സ്നേഹവും കരുണയും സമാധാനവുമാകുന്ന ആ ക്രിസ്തുവിനെ മതത്തിനതീതമായി ജനങ്ങൾ ഏറ്റെടുക്കും. കൂദാശ തൊഴിലാളികളിൽ പള്ളികളിൽ പൂട്ടിയിരുന്ന യേശുവിനെ ജനങ്ങൾക്ക് അനുഭവേദ്യമായി തീരും. ആ നല്ല നാളുകൾ വരുന്നു. എവി തോമസ് അച്ചായന്റെ വാക്കുകളിലേക്ക്. ജർമ്മനിയിൽ ആയിരക്കണക്കിന് പള്ളികൾ വിൽക്കുവാനിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു പള്ളിയിലെ അവസാന ശുശ്രൂഷ പള്ളി കൈമാറുന്നതിന് മുമ്പായിട്ടുള്ളതെല്ലാം കണ്ടു. അന്നേരം ഇത് കണ്ടപ്പോൾ ഒരു അച്ചായൻ്റെ ഒരു മനസ്സിലൂടെ പോയ ഒരു വികാര വിചാരങ്ങളും, അതുപോലെ അച്ചായൻ യൂറോപ്പിൽ പോയപ്പോൾ കണ്ട അനുഭവവും, ഇതിനെ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണേണ്ടുന്നത്? അല്ല, ഇത് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വാസ്തവത്തിൽ ഞാൻ സുനിലിന്റെ ആ പ്രോഗ്രാം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ദൈവമേ, ഇത് എവിടത്തേക്കായി പോക്ക്? ഞാൻ യൂറോപ്പിലും അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ പോയപ്പോൾ ഇതിന്റെ ചൊവ എനിക്ക് അനുഭവപ്പെട്ടു. അതായത് നല്ല ഒന്നാന്തരം സ്ഥലത്ത് കരിങ്കല്ലിൽ അതിമനോഹരമായി ഉണ്ടാക്കിയിരിക്കുന്ന ചർച്ച് ബിൽഡിങ്സ് ആർ ഡിഫറെന്റ് ഫ്രം ചർച്ച്. സാധാരണഗതിയിലല്ലയോ വീടുകൾ വെക്കുന്നത്. പക്ഷെ ഇത് ചർച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓരോ കല്ലും കണ്ടാൽ അറിയാം ഇത് ദൈവത്തിന് വേണ്ടി അവർ സമർപ്പിച്ച അതിമനോഹരമായ ബിൽഡിംഗ്. ഇത് ഇപ്പോഴവിടെ ആരും വരുന്നില്ല. ബാധ്യതയായി മാറി. അത് ബാധ്യതയായി മാറി എന്നുള്ളത് വേറൊരു സത്യം. പക്ഷെ ഇപ്പോഴിവിടെ ആൾക്കാരും വരുന്നില്ല. അപ്പൊ ആ ഉദ്ദേശിച്ച പർപ്പസ് ഈസ് നോട്ട് സെർവ്ഡ്. അതിന്റെ അർത്ഥം ഞാൻ പിന്നീട് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് യേശു തമ്പുരാൻ കൽപ്പിച്ചു. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, കർത്താവേ ഇതെന്താ? അപ്പോഴ് എൻ്റെ മനസ്സിൽ വന്ന എന്താണെന്നറിയോ? പാതാള ഗോപുരങ്ങൾ ജയിക്കുന്നതിന് വേണ്ടി എൻ്റെ മക്കൾ പരിശ്രമിക്കുന്നു. പക്ഷേ മൈ ചർച്ച്, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ അതിനെ ജയിക്കാൻ ഇവരാരും മേളോട്ട് വന്നിട്ടില്ല, വരികയുമില്ല. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, കർത്താവേ അടിയങ്ങൾ അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കും. അവിടുത്തെ കരുണയുണ്ടെങ്കിൽ അടിയങ്ങൾ അവരെ തോൽപ്പിക്കും. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചിരുന്നാല്, നമ്മളെ ദൈവം തമ്പുരാൻ മനുഷ്യരായിട്ട് സൃഷ്ടിച്ചു. ദൈവം വിചാരിച്ച യുവന്മാരെ എല്ലാത്തിനും നിമിഷം കൊണ്ട് പൊരിച്ച് കളയാം. പക്ഷെ ദൈവത്തിന്റെ കാൽക്കുലേഷൻ അങ്ങനെ അല്ല. ഈ സാത്താന്യ ശക്തികൾ എനിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ എൻ്റെ മക്കൾ, മൈ ചിൽഡ്രൻ, അതായത് ഐ വിൽ ബിൽഡ് മൈ ചർച്ച് എന്ന് പറഞ്ഞ പോലെ ദൈവം തമ്പുരാനും മക്കളുണ്ടല്ലോ, അവര് നിന്ന് വേണം ഇത് ഫൈറ്റ് ചെയ്യാൻ. അല്ലാതെ ദൈവത്തിന്റെ ദൂതന്മാരെ കൊണ്ട് നിമിഷത്തെ കൊണ്ട് ഇത് കാര്യം സാധിക്കും. പക്ഷേ ദൈവത്തിന് വേണ്ടത് നമ്മൾ പ്രവർത്തിച്ച് ഈ പാതാള ഗോപുരങ്ങളെ തകർത്ത് തരിപ്പണമാക്കി കൊടുക്കണം. പക്ഷെ നമ്മളെ സഹായിക്കാനായിട്ട് ഈ ദൈവത്തിന്റെ ദൂതന്മാര് എപ്പോഴും തയ്യാറായിരിക്കും. മുമ്പിൽ നിൽക്കുന്ന ആരാ? നമ്മളാ. ഇത് എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. ഈ ഇപ്പോഴത്തെ നമ്മൾ ഈ കാണുന്നതായ ഈ പരാജയം,
എന്ന് പറയുന്നത് നമുക്കോ നമ്മുടെ ദൈവത്തിനോ ഉള്ള പരാജയമല്ല. പരാജയം വരാതിരിക്കാനായിട്ട് യേശു തമ്പുരാൻ കാൽവറിയിൽ ജയം ഘോഷിച്ചു, സാത്താന്യ ശക്തികളെ തോൽപ്പിച്ചു കളഞ്ഞു. ഇപ്പോഴീ നടക്കുന്നത് നന്ദിയില്ലാത്ത മക്കളാണ് എൻ്റേത്. തോട്ടത്തിലേക്ക് അവരെ പറഞ്ഞു വിട്ടാൽ അവർ വല്ല വഴിക്കും പോകുമല്ല, തോട്ടത്തിൽ അവർ പോകത്തില്ല. ഞാൻ അവരെ നല്ല രീതിയിൽ, അതായത് ബൈബിളിലെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നല്ല മുന്തിരിക്കൊലയാണ് എൻ്റെ മകനോട് ഒട്ടിച്ചു ചേർത്തത്, പക്ഷെ കായ്ഫലം വന്നപ്പോൾ എല്ലാം കാട്ടുമുന്തിരിങ്ങ. ഇതാണ് എനിക്ക് പറ്റിയ അനുഭവം എന്ന് പ്രവാചകന്മാരിൽ കൂടെ കർത്താവ് നമ്മളെ കേൾപ്പിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കാലങ്ങൾ കുറെ കഴിഞ്ഞില്ലയോ? ശരിക്കും പൗരോഹിത്യ വർഗമല്ലേ അച്ചായ? ശരിക്ക് ഈ മനുഷ്യരെ ഈ തെറ്റിദ്ധരിപ്പിക്കുകയും ഇതുപോലുള്ള ഈ കല്ല് കൊണ്ടും കോൺക്രീറ്റ് കൊണ്ടും വലിയ സൗധങ്ങൾ ഉണ്ടാക്കി ദൈവത്തിൻ്റെ ആലയം എന്ന് പറഞ്ഞ് ഇവന്മാർ ഇത്തരം വിശ്വാസികളുടെ ചെലവിൽ ഇതുപോലെ പടുകൂറ്റൻ കെട്ടിടങ്ങളുണ്ടാക്കി അവസാനം ഇത് ബാധ്യതയായി ഇവിടെ ദൈവമില്ല എന്നത് ഒരു ഞെട്ടലോടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ അവസ്ഥയുണ്ടാക്കി. അതായത് ഇത് ക്രിസ്തുവിന് പോലും അപമാനം ഉണ്ടാക്കുന്ന, ഈ സമൂഹത്തിന് പോലും അപമാനം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ ഈ സഭകളെന്ന് പറയുന്ന പൈശാചിക കൂട്ടങ്ങളും ഈ പൗരോഹിത്യവർഗവും അല്ലേ യഥാർത്ഥത്തിൽ ഇതിനൊരു കാരണം ആകുന്നു എന്ന് തന്നെയല്ല. ഇതിന് കാരണം ദൈവമല്ല, നമ്മളാ. ദൈവം തമ്പുരാൻ നമ്മളോട് പറഞ്ഞു, ഞാൻ എൻ്റെ മകന് മുൻപായിട്ട് ഒരു പ്രവാചകനെ അയക്കും, അവൻ അവന്റെ വഴി നിരപ്പാക്കും. അത് ആരെക്കുറിച്ചാ? യോഹന്നാൻ സ്നാപകനെ കുറിച്ച്. യോഹന്നാൻ സ്നാപകന് ശേഷം നിങ്ങൾ കാണുന്ന കാക്കയും പൂച്ചയും എല്ലാം പുരോഹിതൻ പുരോഹിതൻ എന്ന് വിളിക്കുകയും പൗരോഹിത്യ കസ്റ്റഡിയിൽ നിങ്ങളുടെ ദേവാലയം കൊടുക്കുകയും ചെയ്ത് ദൈവമല്ലല്ലോ, അതെല്ലാം പിശാചാ. ഈ ഒരു സത്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യര് ദൈവത്തോട് കുറെ കൂടെ അടുക്കണം. പ്രാർത്ഥനയിൽ, അതായത് നമ്മുടെ രഹസ്യമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയം തുറന്ന് കർത്താവിനെ കാണിക്കണം. കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അവിടെ സംസാരമല്ല വേണ്ടത്, ഓപ്പൺ യുവർ ഹാർട്ട്. അപ്പൊ ദൈവം നോക്കുന്ന ഉടനെ, ഇത് നല്ല കുട്ടനാണല്ലോ, ഇവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും, പക്ഷെ അവനെ വഴി തെറ്റിച്ചിരിക്കുന്ന ആന്ന് കണ്ട് കർത്താവ് നമുക്ക് ചില പാഠങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ പഠിപ്പിക്കും. അങ്ങനെ എന്നെ പഠിപ്പിച്ചതാണ് ഈ പൗരോഹിത്യം എന്ന് പറഞ്ഞത് നിന്നുപോയി. അതുപോലെ തന്നെ ഇടയന്മാർ എന്ന് പറഞ്ഞത് നിന്നുപോയി. എന്തുകൊണ്ട്? ഇടയന്മാർ നല്ല നല്ല സാധനങ്ങളെല്ലാം എടുത്ത് അവനും അവന്റെ ഭാര്യയും അവന്റെ കുടുംബക്കാരും അനുഭവിക്കുന്നു. എന്റെ ആടുകളെ അവർ നോക്കുന്നില്ല, അവർ വഴിതെറ്റിപ്പോയി. എന്റെ മക്കളെല്ലാം കള്ളു കുടിച്ചും പെണ്ണ് പിടിച്ചും എല്ലാ തരത്തിലും നശിച്ച് പാപം ചെയ്യുന്ന ഒരു കൂട്ടരായി മാറിപ്പോയിക്കൊണ്ട് എനിക്ക് ഇടയന്മാരെ വേണ്ട. പറയുന്ന ആരാ? യഹോവയായ ദൈവമാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യെഹെസ്കേൽ പ്രവചനത്തിനകത്ത് 34 അധ്യായം അവസാനിക്കുന്ന ഒരു സെന്റൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചിരുന്നാൽ, ഞാൻ ആദ്യത്തെ അധ്യായം മുഴുവൻ വായിക്കണം, നല്ല രസമാണ്. ഞാൻ ഇടയന്മാരെ വെറുക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങി ഇങ്ങോട്ട് വന്നിട്ട് പറയുക, അയ്യോ നിങ്ങൾ ആടുകളാണെന്ന് ഞാൻ പറഞ്ഞത് തെറ്റാ. നിങ്ങൾ ആടുകളല്ല, നിങ്ങളെന്റെ മക്കളാണ്, മനുഷ്യരത്രേ. യഹോവ പറയുകയാണ്, നിങ്ങൾ ആടുകളല്ല, മനുഷ്യരത്രേ. ഞാൻ നിങ്ങളുടെ ദൈവം, ഞാൻ നിങ്ങളെ പുലർത്തും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫൈനൽ ഡിക്ലറേഷൻ. അപ്പൊ ഇവിടെ പുരോഹിതനില്ല. ഇപ്പോഴും നമ്മളെ ആടുകളും മാടുകളുമാക്കി ഈ പൗരോഹിത്യവർഗം ഇടയന്മാരാണെന്നും പറഞ്ഞ് ഇപ്പോഴും ഈ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് യൂറോപ്പിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അവര് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം, അടി കണ്ടമാനം കിട്ടിക്കഴിഞ്ഞവർക്ക്. അതെ, നമ്മുടെ ആൾക്കാർക്ക് ഇതുവരെ, ഇപ്പൊ നമ്മുടെ ആൾക്കാർ, ഞാൻ ഈ പറയുന്ന കേരളത്തിലെ ആൾക്കാർ ഇതുവരെ ഒരു യുദ്ധം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതെ. ഒരു കഷ്ടത അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അവര് സുഖമായിട്ട് അധ്വാനിക്കാതെ തിന്നുന്നു. അവരെ കാണിച്ചു കൊടുക്കാനായിട്ട്
അധ്വാനിക്കാതെ തിന്നുന്ന പുരോഹിതനും പാസ്റ്ററും പിന്നെന്താ ഇരിക്കുന്നത്? ഇത് നമ്മൾ നശിക്കാനുള്ള വേലയാണ്. ഇങ്ങനെ പോയാൽ പാതാള ഗോപുരങ്ങൾ ജയിക്കും. പക്ഷെ കർത്താവ് അതിനെ അനുവദിക്കത്തില്ല. കർത്താവ് പറയുന്നത്, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ എൻ്റെ പ്രതീക്ഷയിൽ ഒരുപാട് സുനിൽ മാത്യൂസിനെ ഞാൻ കാണാറുണ്ട്. ഒന്നും രണ്ടും അല്ല, ഒരുപാട് സുനിൽ മാത്യൂസ് വരും. കാരണം അവന്മാര് സത്യം പറയും. സത്യം പറഞ്ഞാൽ ഹിന്ദിക്കാർ പറയുന്നത് എന്താണെന്നറിയോ? സച്ച് കടുവ ഹോത്താ ഹൈ, ഹമേശ കടുവായി രഹേഗ എന്ന് പറഞ്ഞ അർത്ഥം, സത്യം പറഞ്ഞാൽ അത് കഴിക്കും. കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. പക്ഷേ അതിന്റെ പുറകെ നമുക്ക് അടി കിട്ടും. അടി കിട്ടുന്ന ഉടനെ പേടിച്ചോടുന്ന ആൾക്കാരൊന്നും ഈ കർത്താവിന്റെ രാജ്യം പണിയാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, എന്നേക്കാൾ കൂടുതലായി അപ്പനെയോ അമ്മയോ ഭാര്യയോ സഹോദരങ്ങളെയോ സ്നേഹിക്കുന്നവൻ എൻ്റെ ശിഷ്യനാകുവാൻ യോഗ്യനല്ല. അപ്പം നമ്മൾ എന്താ വേണ്ടതെന്ന് അറിയാവോ? നമ്മുടെ കയ്യിലുള്ള സകലതിനേക്കാളും പ്രാധാന്യം ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് കൊടുക്കുന്ന ഉടനെ എന്തു വരുമെന്ന് വെച്ചിരുന്നാൽ, നമ്മൾ ഈ രഹസ്യമായിട്ട് ദൈവത്തിന് മുമ്പായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട് വായുടെ ആവശ്യമില്ല, ശബ്ദത്തിന്റെ ആവശ്യമില്ല, ഹൃദയം അങ്ങ് തുറക്കണം. അതിന് ഉദാഹരണം നമ്മൾ കാണുന്ന ഹന്ന എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്. അവൾക്ക്, അതായത് ഞാൻ പറയുന്നത് ശാമൂവേൽ പ്രവാചകന്റെ അമ്മ ഹന്ന എന്ന് പറഞ്ഞ സ്ത്രീയെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം, ശബ്ദമില്ല. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ചിരി മാത്രം അനങ്ങുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിരിയും അനങ്ങണ്ട, ഒന്നും അനങ്ങണ്ട. നമ്മുടെ ഹൃദയം തുറന്നിട്ട് പറയാം, കർത്താവേ ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ, കാൽവരിയിൽ നീ എനിക്കായി യാഗമായി തീർന്നത് ഞാൻ ഓർക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു തന്നാട്ടെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് വരും. ഉടനെ പരിശുദ്ധാത്മാവ് പറയും, ആ നല്ല ആറ്റിറ്റ്യൂഡാ, നീ ഒരു കാര്യം ചെയ്, ഇന്നത് ചെയ്, ഇന്നത് ചെയ്, ഇന്നത് ചെയ്യുന്ന ഇങ്ങനെ എണ്ണ വിട്ട് പറഞ്ഞു തരും. അതിനകത്ത് പള്ളി വെക്ക്, പള്ളിക്ക് മേട വെക്ക്, മേടയ്ക്ക് മണിമാളിക പണിയെ, ഇതൊന്നും വരത്തില്ല. അതിനകത്ത് വരുന്നത് എന്താണെന്നറിയാവോ? ഇന്നാർക്ക് കിടക്കുന്ന സ്ഥലമില്ല, ഇന്നലെ അവര് മഴ ചോർന്ന് കിടക്കുകയായിരുന്നു. കാരണം അടുത്ത വീട്ടുകാർ 10 മടൽ ഓല കൊടുത്തെങ്കിൽ അത് വെച്ച് പാകുകയെങ്കിലും ചെയ്തേനെ, നീ പോയി അവിടെ ചെന്നിട്ട് അവർക്ക് മഴ നനയാത്ത രീതിയിലാക്കി കൊടുക്കുന്നു പറയും. എന്റെ സുനിലെ, നമ്മൾ അതിനു വേണ്ടി അങ്ങോട്ട് പുറപ്പെടാൻ പോകുന്ന ഉടനെ ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നിരപ്പാക്കി നമ്മൾ അവിടെ ചെല്ലുന്നത്, തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോരുമ്പോഴത്തേക്ക് അവരുടേത് നല്ല മനോഹരമായ ഒരു അന്തരീക്ഷമാക്കി ദൈവം തമ്പുരാൻ മാറ്റിത്തരും. ഓൺലി ഇൻപുട്ട് ഈസ് യുവർ വില്ലിങ്നെസ്. നിങ്ങളുടെ മനസാക്ഷിയും നിങ്ങളുടെ അതിനകത്ത് ചെയ്യാനുള്ള ഒരു മനസ്സ് മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. ദൈവം തരും. ഇവിടാണ് ആൾക്കാർക്ക് പരാജയപ്പെട്ടത്. നമ്മൾ എപ്പോഴും എന്താണെന്നറിയാവോ? പുരോഹിതൻ ഗോൺ വിത്ത് ദ വിൻഡ്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, പൗരോഹിത്യ സഭയെന്ന് പറഞ്ഞ അങ്ങനെ ഒരു സഭയില്ല. ഇത് കള്ളന്മാർ കയറി അവിടെ ഇരുന്നുകൊണ്ട് എന്റേതാണെന്ന് പറഞ്ഞ് നിങ്ങളെ ചതിക്കുന്നതാണ്. അതെല്ലാം പാപം ചെയ്യുന്ന കൂട്ടങ്ങളാണ്. പാപം ഇല്ലാത്തവർ എന്ന് പറഞ്ഞൊരു കൂട്ടരുള്ളത് ഈ യേശുതമ്പുരാൻ പറയുന്ന സഭയിലെ ആൾക്കാർക്ക് പാപമില്ല. എന്താണെന്നറിയോ? ആ വേശ്യപ്പെണ്ണോട് പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പക്ഷെ സിൻ നോ മോർ, ഇനി പാപം ചെയ്യരുത്. അവൾ ചെയ്തിട്ടില്ല. ഈ ഒരു സംഗതി നമ്മൾ പറഞ്ഞതോടുകൂടി പുരോഹിതൻ എന്ന് പറഞ്ഞത് ഗോൺ വിത്ത് ദ വിൻഡ്, പാസ്റ്റർ എന്ന് പറഞ്ഞത് അതിന് വളരെ ഏകദേശം ഒരു 700 വർഷത്തിന് മുമ്പാകെ ദൈവം തമ്പുരാൻ തൂത്തെറിഞ്ഞതാ. ഞാൻ അവരെ വെറുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ രണ്ടുപേരുടെയും കാര്യം പറയണ്ട. നമ്മൾ പറയേണ്ടത് എന്താണെന്നറിയാവോ? അതായത് ദൈവത്തോട് പേഴ്സണലായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിന് എന്ത് വേണം?
അതിന് ഏറ്റവും പറ്റിയ സന്ദർഭം എന്ന് വെച്ചിരുന്നാൽ, ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഉടനെ ദൈവം പറയത്തില്ലടാ നീ എന്നെ സ്നേഹിക്കുകയാണ്, നീ അത് ചെയ്യടാ, എനിക്ക് ഇതാ പറയത്തില്ല. സ്നേഹിക്കുന്നെങ്കിൽ നിന്റെ സഹോദരനെ നീ സ്നേഹിക്കും. അവിടാണ് നമ്മുടെ പരാജയം കിടക്കുന്നത്. നമ്മുടെ അടുത്തുള്ള സഹോദരനെ നമ്മൾ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പാതാള ഗോപുരങ്ങൾ ജയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് യു ഡോണ്ട് വറി അബൌട്ട് ദ പ്രീസ്റ്റ് ആൻഡ് ദ പാസ്റ്റേഴ്സ്, ദേ ആർ ഗോൺ വിത്ത് ദ വിൻഡ്. യഥാർത്ഥത്തിൽ ഇത് കൃത്യമായിട്ട് നമ്മുടെ അതായത് ഇനി ലോക ജനതയ്ക്ക് ഒരു ഐ ഓപ്പണറിങ് ആയിട്ട് തരുന്ന ഒരു ശരിക്കും നമുക്കൊരു സാക്ഷ്യമല്ലേ ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുമെന്ന് പറഞ്ഞ പോലെ ഇവർ ഈ കെട്ടിപ്പൊക്കിയ ഈ ആലയങ്ങൾ, അതല്ലെങ്കിൽ ഇവരുടെ ഒരു കച്ചവട കേന്ദ്രമായ ഈ കേന്ദ്രങ്ങൾ ഇന്ന് കച്ചവടമായി പോകുന്നത് നമുക്കെല്ലാം നൽകുന്ന ഒരു സന്ദേശമല്ലേ. ഇതിനു വേണ്ടി വ്യർത്ഥമായി പണിയെടുക്കുകയും ഈ പള്ളിക്ക് വേണ്ടി ഇവിടെ കിടന്ന് തെരുവിൽ തമ്മിലടിക്കുകയും, അതല്ലെങ്കിൽ പള്ളികൾ ഈ പാവപ്പെട്ടവനെ പിഴിഞ്ഞിതുപോലെ വലിയ പള്ളികൾ വെക്കുന്നവർക്കുള്ള ഒരു സന്ദേശം നാളെ ഇത് നിങ്ങൾക്കൊരു ബാധ്യതയായി മാറും. അതുപോലെ കർത്താവ് പഠിപ്പിച്ച ആ കർത്തൃപ്രാർത്ഥനയും, അതുപോലെ ആ നിശബ്ദമായ ഇന്ദ്രിയങ്ങളാകുന്ന അറകളുടെ വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ ആ ഒരു മടങ്ങിപ്പോക്കിനെ വേണ്ടിയുള്ള ഒരു കൃത്യമായ ഒരു സാക്ഷ്യമല്ലേ ഇതൊക്കെ? ആമേൻ, കർത്താവിന് സ്തോത്രം. ഇപ്പം സുനിൽ പറഞ്ഞതിന്റെ പേരാണ് സുവിശേഷം. അതായത് കർത്താവ് എന്ന് പറഞ്ഞാൽ അന്തര ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ആളാണ്. ആ ഒരു ഫാക്കൽറ്റി ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു ഗോഡ്. നമ്മൾ സംസാരിക്കേണ്ട, നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോഴത്തേക്ക് യഹോവയ്ക്ക് അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാകും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവത്തിന്റെ മുൻപാകെ നമ്മൾ സമർപ്പിച്ചാൽ, ആഗ്രഹങ്ങൾ ദുരാഗ്രഹങ്ങളാകാം. ഇപ്പൊ ഒരു 3 വയസ്സുള്ള കുഞ്ഞ് വന്ന് ചോടിത്തരോ നമ്മൾ ഷേവ് ചെയ്യുന്ന ബ്ലേഡ് താന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കത്തില്ല അവന്. അതുപോലെ ദൈവം നമുക്ക് തരത്തില്ല, ബിക്കോസ് ഹി ലവ്സ് അസ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ദൈവം തമ്പുരാൻ തന്നുകൊണ്ടിരിക്കും. ഇപ്പൊ സുനിൽ എന്നോട് പറഞ്ഞതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അവിടാണ് നമ്മൾ പരാജയപ്പെട്ടത്. നമ്മൾ പോകുന്നു വെറുതെ ഇവന്മാരുണ്ടാക്കി വെച്ചേക്കുന്ന അതെല്ലാം കള്ളവാ. ഞാൻ പറഞ്ഞില്ലയോ, ആദ്യാചാര്യത്വം കൈക്കൊണ്ട് അഹ്റോൻ മോശയോട് ഒന്നിച്ച് കള്ളം. സ്കറിയ യോഹന്നാൻ കർത്താവ് കൊടുത്തു കള്ളം. കർത്താവ് സ്ലീഹന്മാരെ എല്ലാരും അച്ഛന്മാരാക്കിയെന്ന്. യോടബോ ഇതിനേക്കാൾ വലിയ കള്ളം. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് പറയുന്ന സ്ലീഹന്മാർ എന്തെടുത്തെന്നറിയാവോ? നാനാ സൃഷ്ടി വിഭാഗങ്ങളെ മുഴുവനും അങ്ങ് പുരോഹിതന്മാരാക്കി. കാക്ക, പൂച്ച, പട്ടി, ഈ മണ്ണര, പൊളവൻ, മാക്രി, നീർക്കോലി, അണലി, ഇതിനെല്ലാത്തിനെയും പൗരോഹിത്യം കൊടുത്തു. അയ്യോ, ഇത് കേൾക്കാനാണോ നിങ്ങൾ പോകുന്നത്? ഇതെല്ലാം പാപകർമ്മങ്ങൾ ചെയ്യുന്നത് വിളിച്ചു പറയുന്നതാ, നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ. അതുകൊണ്ട് നമ്മൾ എന്ത് വേണമെന്നറിയാവോ? അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവിന്റെ മുൻപാകെ നമ്മുടെ ഹൃദയം തുറക്കണം. എന്നിട്ട് നമ്മൾ കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണം. ദൈവം തമ്പുരാൻ എടുത്ത് നമ്മളെ ഉപയോഗിക്കും. അപ്പൊ ഇതിനകത്ത് ഒരു വലിയ ഒരു ചോദ്യമുണ്ട്, നമ്മുടെ ആൾക്കാരും ചോദിച്ചിട്ടില്ലാത്ത ഒരു ചോദ്യമായി. എന്താണെന്നറിയാവോ? നമുക്ക് പ്രാർത്ഥനയിൽ ഏറ്റവും സ്വീറ്റായിട്ടുള്ള സമയവും ഉണ്ട്. നമ്മളെ വഴക്ക് പറഞ്ഞ് പിടിച്ചു പോടാന്ന് പറഞ്ഞ് ഓടിച്ചു വിടുന്ന ആട്ടിവിടുന്നത് ഉണ്ട്. അതിൽ ഏറ്റവും നല്ല സ്വീറ്റായിട്ടുള്ള സമയത്ത് നമ്മൾ ഒരു ചോദ്യം ചോദിക്കണം, കർത്താവേ, അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു, അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നെ പറഞ്ഞ് പഠിപ്പിക്കണമേ. ടീച്ച് മീ ദ പർപ്പസ് ഓഫ് മൈ ക്രിയേഷൻ. എന്നെ കർത്താവ് എന്തിനാ സൃഷ്ടിച്ചത് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തരണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ഉണ്ടല്ലോ പൊട്ടിപ്പോവും, നമ്മൾ കരഞ്ഞു പോവും. ആ സാഹചര്യത്തിൽ ദൈവം ഇടപെടും. എന്തിനാണെന്നറിയാവോ? ആശ്വസിപ്പിക്കാൻ. എന്നിട്ട് പറയും, നിനക്ക് എന്നെ ആദ്യം ഞാനിങ്ങനെ ചോദിച്ചതിന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി, നീ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, മറ്റേത് ചെയ്തു, മറിച്ചേത് ചെയ്തു, എല്ലാം തിരുനാമ
മഹത്വത്തിനാണെന്ന് നീ പറഞ്ഞുകൊണ്ട് നടന്നു. പക്ഷേ വെൻ യു സ്റ്റാർട്ടഡ് ഗോസ്പൽ വർക്ക്, യു ട്രൈ ടു എൻജോയ് ദ ലൈഫ്. ജീവിതം നീ ആസ്വദിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. അപ്പൊ അതാണ് നിന്റെ പർപ്പസ് ഓഫ് ക്രിയേഷൻ എന്ന് പറഞ്ഞപ്പോ മുതല് ഞാനൊന്ന് നോക്കി, എൻ്റെ ദൈവമേ, ദൈവം എന്നെ അനുഗ്രഹിക്കുന്നതിന് കണക്കില്ല. ഇത് എനിക്കല്ല, ഇറ്റ് ഈസ് ഫോർ ഓൾ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മക്കൾക്കെല്ലാം ഇത് ആപ്ലിക്കബിളാ. അടുക്ക ചെല്ലുക. ആ യോഹന്നാനെ ഞാൻ ടൈം ആൻഡ് അഗെയിൻ ഞാൻ എടുത്തു പറയുന്നത്, യോഹന്നാൻ സ്ലീഹ എന്ന് പറഞ്ഞ ഒരു പ്രായം കുറഞ്ഞ ആളായിരുന്നു ഈ 12 പേരുടെ കൂട്ടത്തില്. അദ്ദേഹം കേൾക്കാൻ വേണ്ടിയിട്ടല്ല, ഹൃദയമിടിപ്പ് കേൾക്കാൻ വേണ്ടി അവന്റെ മാറോട് ചാരി പറ്റിയിരുന്നു. നോക്ക്, എല്ലാവരും അകാല ചരമം അടഞ്ഞു. അദ്ദേഹം അങ്ങനെ അകാല ചരമം അടഞ്ഞില്ല. അദ്ദേഹം രാജകീയമായിട്ട് മരിച്ചു പോയതേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ചെതറിപ്പോയി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ദൈവത്തോട് നമ്മൾ കുറെ കൂടെ ക്ലോസ് ആയിട്ട് അടുക്കുക. നമ്മുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് നമ്മളെ ശിക്ഷിക്കാനിരിക്കുന്ന ആളല്ല ദൈവം. God is sitting there to love you. God is sitting there to bless you. God will give you everything. ഇത് ഞാൻ വാചകടിക്കുകയല്ല, എൻ്റെ ജീവിതം നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇതേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? കം ക്ലോസർ ടു ഗോഡ്. അതായത് ദൈവത്തിന് വേണ്ടി ദേവാലയങ്ങൾ ഉണ്ടാക്കുകയും ശീർഷാസനം ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് അടുത്തുള്ള ആൾക്കാരെല്ലാവരും കൂടെ കൂടിയിരുന്ന് അവിടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ഒരു പാട്ട് പാടി വേദപുസ്തകം വായിച്ച് ഒരു ആരെങ്കിലും ഒരാള് ദൈവം ആ കൂട്ടത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ഒരു പ്രവാചകന്റെ ദൗത്യം അവൻ നിർവഹിക്കും. അത് കഴിഞ്ഞ് വീണ്ടും സ്തോത്രം പാടി അവിടെ എന്തോ ഒരുക്കിയിരിക്കുന്ന കട്ടൻ കാപ്പിയോ കപ്പ ഒഴുകിയതോ എന്താന്ന് വെച്ചാൽ അത് കഴിച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അതിന്റെ പേരാണ് മൈ ചർച്ച് എന്ന്. ഞാൻ എൻ്റെ സഭയെ പണിയെന്ന് പറഞ്ഞ യേശു അത് പണിതു, നമ്മളത് കണ്ടു. എല്ലാ വീടിലും ഒരു ചർച്ചായി മാറുന്നതിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി, പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല. അവിടെ ഈ പറയുന്ന പോലെ അന്നേരം ഇന്നത്തെ പല പ്രശ്നങ്ങളും മതപരിവർത്തനത്തിന് ഇറങ്ങി ഈ എന്ന് പറഞ്ഞുള്ള തമ്മിലടിയും, അതുപോലെ പള്ളി പൊളിക്കുന്നതെന്ന് പറഞ്ഞുള്ള പള്ളിക്ക് വേണ്ടിയുള്ള തമ്മിലടിയും, അതുപോലെ ഇടയ്ക്ക് നിന്നുള്ള ഇവരുടെ ഈ വിശ്വാസികളുടെ ബാധ്യത, ഓരോ താരിപ്പുകൾക്കും കൂതാശകൾക്കും അതിനെല്ലാം റേറ്റ് ഇട്ട് ഇവരെ എല്ലാം പോറ്റി വളർത്തി വിശ്വാസികളുടെ നടുവൊടിയുന്ന അവസ്ഥയും ഇല്ലാതാവും. അവർ കൂടുതൽ ദൈവം തമ്പുരാനോട് അടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഈ മതചർച്ചിലൂടെ ഓരോ വീടുകളും ആലയങ്ങളായി രൂപാന്തരപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ. അതായിരിക്കും ഞാൻ പറയുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സുനിലെ, എൻ്റെ ഇളയ മകന്റെ പ്രായമില്ല സുനിലിന്. നമ്മൾ തമ്മിലൊരു തർക്കം ഉണ്ടായി. തർക്കം നല്ല കാര്യത്തിനായിരിക്കും, പക്ഷെ അത് കൺക്ലൂഷനിൽ വരുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? മോനെ, ഞാൻ നിന്റെ അപ്പനേക്കാൾ പ്രായമുള്ളവനാ, നീ അങ്ങ് ജയിച്ചു എന്നാ എന്ന് പറഞ്ഞ് അങ്ങ് തീർന്ന വഴക്കങ്ങ് തീർന്നില്ലേ? അതെ. ആക്ച്വലി ഇന്ന് ദൈവത്തിലും വിശ്വാസമില്ല, വേദപുസ്തകത്തിലും ഇല്ല. ഇന്ന് സുപ്രീം കോർട്ടിലും പോയി കിടക്കുക സഭാ നേതാക്കന്മാര്, വ്യവഹാരവുമായി. അവരെ നയിക്കുന്നതാണ്. അന്നേരം ഇതെല്ലാം കണ്ടല്ലേ ഈ വിശ്വാസികളുടെ, അതായത് ഈ പള്ളികളെ ഇവർ ഉപേക്ഷിക്കാൻ ഒരു കാരണം ഇവരുടെ ഈ പൊള്ളത്തരങ്ങളും ദൈവത്തെയും അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തെയും വിശ്വസിക്കാതെ കോടതികളുടെ പിന്നാലെയും മറ്റുള്ള വ്യവഹാരങ്ങളുടെയും പിന്നാലെ പോകുന്ന ഈ മാമോൻ സേവകരെ കണ്ട് ശരിക്ക് തന്നെയല്ലേ ഇവരുടെ ഈ വിശ്വാസം പോയി ഒരു പള്ളിയിൽ തന്നെ ഉപേക്ഷിച്ച് പലരും നിരീശ്വരവാദികളായി പോലും പോകുന്ന അവസ്ഥയിലേക്കായി പോകുന്നില്ലേ? സത്യം, ഈ പറഞ്ഞത് സത്യമാണ്. ഇത് എന്നെ വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. എന്നെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഏത് ദൈവവിശ്വാസിയെയും വേദനിപ്പിക്കുന്ന ഒരു സത്യമാണ്. നമ്മളെ എന്തെങ്കിലും നമ്മൾ തമ്മിൽ അപ്പനോ മക്കളോ സഹോദരങ്ങളോ തമ്മിൽ ഒരു തർക്കം ഉണ്ടായി, ഭാഗം വെക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അതിൽ നഷ്ടം മാത്രം നോക്കുന്നവനായിരിക്കണം. എന്താണെന്നറിയോ, ഇവിടെ വെച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകത്തില്ലയോ? അതെ. എനിക്ക് സകലതും തരാൻ കഴിവുള്ളവനായ ദൈവം പ്രേരിപ്പിച്ചിട്ടല്ലയോ ഞാനിവിടെ സമാധാനം സംജാതമാക്കിയിട്ട് വീട്ടിൽ പോയത്. എന്റെ കർത്താവ് എനിക്ക് തരും, എന്റെ കർത്താവ് എനിക്ക് തരുമെന്ന് പറഞ്ഞു നോക്ക്. ഒരു 3 പ്രാവശ്യം പറഞ്ഞു നോക്കി. നമ്മൾ നോക്കുമ്പോ സംഗതി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട്
ഒരിക്കലും ആ രീതി ചിന്തിക്കരുത്. മറിച്ച് എല്ലാ വീടുകളും ഒരു കൊച്ചു സഭ, മൈ ചർച്ച് ആയിട്ട് മാറണം. അവന് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ 5 സ്റ്റാർ ഫുഡ് കഴിക്കരുത്. അയ്യേ, എന്റെ സഹോദരന് പട്ടിണി കിടക്കുമ്പോൾ ഞാൻ 5 സ്റ്റാർ ഫുഡോ? നോ, അത് സിൻ. അതിനെ സിന്നായിട്ട് കാണാൻ എനിക്ക് മനസ്സുണ്ടാകണം. അവന്റെ ദാരിദ്ര്യത്തിൽ ഞാൻ പോയി നോക്കി, അവരെ കണ്ടു, എന്താ കാര്യം, ഇന്നതാ, അത് സോൾവ് ചെയ്യാതെ ഇവിടെ വന്നിട്ട് ഞാൻ വലിയ ആളാന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മുടെ ഈ സഭാധ്യക്ഷ അല്ലെങ്കിൽ ഈ മെത്രാന്മാരും ബിഷപ്പുമാരും ജീവിക്കുന്നതും സാധാരണ ജനങ്ങൾ, അതായത് ഈ പള്ളികൾ കഷ്ടപ്പെട്ടുണ്ടാക്കി ഈ സഭകൾ പണിയുവാനും ഇവരുടെ സകല പ്രസ്ഥാനത്തിനും പണം കൊടുക്കുന്ന ഈ വിശ്വാസികളുടെ ജീവിതവും തമ്മിൽ ഒന്ന് തുലനം ചെയ്താൽ നമ്മുടെ യേശുദമ്പുരാനും ശിഷ്യന്മാരും തമ്മിൽ എങ്ങനെയാണോ ഇടപെട്ടത്, എങ്ങനെയാണോ പങ്കുവെച്ചത്, ഇതും തമ്മിൽ തുലനം ചെയ്യുമ്പോഴെങ്കിലും ഈ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഇവർക്ക് ക്രിസ്തുവിന്റെ ഒരു അംശവും ഇല്ലെന്ന്. അതവർ മനസ്സിലാക്കും. പക്ഷെ ഒരു കാര്യം, ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ആ സെന്റൻസ് വളരെ വർഷങ്ങൾക്ക് മുൻപേ എൻ്റെ മനസ്സിൽ വന്നതാ. ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഇന്ന് ഞാനത് പറയാൻ പോവുകയാണ്. എന്താണെന്നറിയാവോ? നിനക്ക് ലഭിച്ചതല്ലാതെ എന്തുള്ളൂ? ലഭിച്ചതെങ്കിൽ സ്വയം ആർജിച്ച് എന്ന് വെച്ച് നീ നിഗളിക്കുന്നത് എന്തിന്? പൗലോസിന്റെ ചോദ്യമാ. നമുക്കുള്ളത് മുഴുവനും ദൈവം തന്നതാണ് എങ്കിൽ നമ്മൾ ഈ സുനിൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ വിനിയോഗിക്കുന്നതിന് എനിക്കെന്താ വേദന? ഒരു വേദനയില്ല. ദൈവത്തിന്റെ പൊരുള് ദൈവം തന്നു, എന്നാ കൊണ്ടുപോ, ഉപയോഗിക്ക്. ഞാനും ആ കൂട്ടത്തിൽ തിന്നും, ഞാനും ആ കൂട്ടത്തിൽ ഉടുക്കും, ഞാനും ആ കൂട്ടത്തിൽ എല്ലാം ചെയ്യും. ഇങ്ങനെ വരുന്ന ഒരു ഘട്ടം വരുമ്പോൾ എന്ത് വരുമെന്നറിയാവോ? ഇവർക്ക് പരിശുദ്ധാത്മാവ് ഒരു ക്ലാസ് എടുക്കും. അവരുടെ വീട്ടിൽ പ്രാർത്ഥന നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ക്ലാസ് എടുക്കും. എന്താണെന്നറിയാവോ? നിങ്ങളുടെ അധ്വാന ഫലം നിങ്ങളുടെ മക്കൾക്കല്ലയോ കൊടുക്കേണ്ടത്? നിങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ അന്യർക്ക് വെറുതെ കൊടുക്കുന്നത് എന്തിനാ? നിങ്ങൾ എന്തിനാ ഈ മാസവരി എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് കൂടാതെ 14 എണ്ണം ആ ലിസ്റ്റിനകത്തുണ്ട്. ഇതെല്ലാം കൊടുക്കുന്നത് കൊണ്ട് എന്താ? ഒരു സെൻട്രൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊന്ന് ഉണ്ടാക്കും. സെൻട്രൽ ബഡ്ജറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് പിശാച. മാമോനാണ് അതിന്റെ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ. അതിന് കൊടുക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. എന്തിനാ കൊടുക്കുന്ന പറയുമ്പോ ഈ ആൾക്കാരെല്ലാം ഈ പറഞ്ഞ ദേവാലയങ്ങൾക്ക് കൊടുക്കുന്ന പണം അങ്ങ് നിർത്തും. ശരിക്കും ഈ സപ്ലൈ ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവന്മാരുടെ ഇടപാട് തീരത്തില്ലേ? പണം അങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പള്ളി എന്ന് പറയുന്ന ഒരു ഭാരമായിട്ട് മാറും. പള്ളി ഭാരമായിട്ട് മാറുന്ന ഉടനെ ഈ പള്ളി അവര് ആർക്കെങ്കിലും വിൽക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ശരിക്കും അത് കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഇതൊരു വചനത്തിന്റെ നിവൃത്തീകരണമല്ലേ ചായത്? കാരണം കല്ലുമേ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുമെന്ന് പറഞ്ഞതുപോലെ അതിനെ വെർബാറ്റം ഇതിനെ എക്സ്പ്ലോഡ് ചെയ്ത് കളയുക എന്നതിലുപരി ഇത് കൃത്യമായിട്ടും ഇത് ഇല്ലാതായി തീരുന്നത് നമ്മളുടെ എല്ലാം കൺമുന്നിൽ കാണുമ്പോൾ ബോധമുള്ള അല്ലെങ്കിൽ വിവേകമുള്ള ജനങ്ങൾ മനസ്സിലാകേണ്ട ഇത് ഇന്ന് യൂറോപ്പിൽ സംഭവിച്ചെങ്കിൽ, ജർമ്മനിയിൽ സംഭവിച്ചെങ്കിൽ, നാളെ ഇവിടെയും ഇത് തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചിന്തിക്കാനുള്ള സമയമായില്ലേ? ആയി. ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ നമ്മുടെ ദേവാലയങ്ങളിലുള്ളതായ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് ഒരു ബുക്ക് എഴുതി. അതിന്റെ പേര് അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ എന്നാണ്. ശൂന്യമായ മ്ലേച്ഛത നമ്മുടെ ദൈവത്തെ വിളിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഓർത്തോണം, മറ്റവന്റെ വരവ് സമീപമായി. അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം ശൂന്യമായ മ്ലേച്ഛതയാണ്. ഇത് നിലനിൽക്കുകയില്ല, ഇത് പോകും. പൈസയുടെ വരവ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഇവരെല്ലാരും മറ്റവന്റെ അടുക്കലോട്ടങ്ങ് ചായും. കാരണം ഇനി അവൻ പറഞ്ഞാലേ കിട്ടത്തുള്ളല്ലോ കാശ്.
ദൈവം ഇവർക്ക് കൊടുക്കുകയില്ല. കാരണം അല്ല, അതുകൊണ്ട് തന്നെയല്ലേ ഇത് ഓരോ തരത്തിലുള്ള കച്ചവട കേന്ദ്രങ്ങൾ, അതായത് പണ്ട് കർത്താവ് ചാട്ടവാർ എടുത്തു എങ്കിൽ എൻ്റെ ആലയത്തെ കച്ചവട കേന്ദ്രങ്ങളാക്കി എന്ന് പറഞ്ഞ പോലെ ഇന്ന് ഈ പള്ളികളെ സംബന്ധിച്ചുള്ള നോക്കിയാൽ ഇന്ന് 90% അവിടെ ഈ നടക്കുന്നത് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കച്ചവടങ്ങളും മറ്റുള്ള ഉത്സവങ്ങളും എല്ലാം ഒരു മണി മേക്കിംഗ് ആസ്പെക്ട്സ് അല്ലേ? എല്ലാം ഒരു പ്രൈസ് ടാഗ്ഡ് അല്ലേ? സ്കൂദാശകൾ പോലും പ്രൈസ് ടാഗ്ഡ് ആയില്ലേ? ആയി. അത് ദൈവികമല്ല. അത് യേശുദമ്പുരാന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക്, എന്റെ പിതാവിന്റെ ആലയം പ്രാർത്ഥനാലയം, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നേരെ അദ്ദേഹത്തിന്റെ ഹൃദയം കീറി മുറിക്കുന്ന ഭാഷയിലാ പറഞ്ഞത്. നേരെ കീറി മുറിക്കുക, കനം കുറഞ്ഞ ഒരു വാള് കൊണ്ട് ആ ഹൃദയം കീറി അങ്ങ് മുറിക്കുന്ന പറയും. കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു പറയും. അവിടെ ക്ലീനിങ് പരിപാടിയൊക്കെ നടത്തുന്നു. അതിനുശേഷം നമ്മൾ വിചാരിച്ച എല്ലാം നേരെയായെന്ന്. വെറുതെയാ. ഈ നോഹയുടെ കുടുംബം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം അങ്ങ് നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാം ശരിയായി ഇനി തൊട്ട്. വെറുതെയാ. ഇതെല്ലാം ഷോർട്ട് ലിവ്ഡ് പോസിബിലിറ്റീസാ. എന്നാൽ നമ്മുടെ കർത്താവിന്റെ വരവ് സമീപമായിരിക്കുന്നു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 24 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന് മുൻപായിട്ട് അന്തിക്രിസ്തു വരേണ്ട ഒരു കാര്യമുണ്ട്. അന്തിക്രിസ്തു വരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങനെ നടക്കണം. ദേവാലയങ്ങള് വിൽക്കണം, ദേവാലയങ്ങൾ കള്ളുഷാപ്പ് ആകണം, ദേവാലയങ്ങൾ വേശ്യാലയങ്ങളായി മാറണം. അങ്ങനെ വരുന്ന അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ജർമ്മനിയിലും UK നമ്മുടെ അമേരിക്കയിലും നമ്മൾ ഈ കണ്ടത്. ഇതിനകത്ത് വെളി പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു കാര്യമുണ്ട്. ഒരു അമേരിക്കയിലെ ഒരു പട്ടണത്തിലെ പിശാചിന്റെ ഒരു ദേവാലയം നമ്മുടെ പോപ്പ് പോയി ഇനാഗുറേറ്റ് ചെയ്തു. പിശാചിന്റെ ദേവാലയമാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ല. പക്ഷെ എനിക്ക് കണ്ടാൽ അറിയാം. കുരിശ് ഉൾത്തായാ വെച്ചേക്കുന്നേ. നമ്മുടെ കർത്താവിനെ ക്രൂശിച്ച കുരിശ് തല തിരിച്ചു വെച്ചിരുന്നാൽ അത് സാത്താന്റെ കുരിശ. അവിടെ പോയി അദ്ദേഹം ഇത് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഇവരെല്ലാരും ഇതിനകത്തെ പാർട്ട് ആൻഡ് പാഴ്സലാ. ഒരു കാലത്തും ഇവർക്ക് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം ഇല്ല. ഉണ്ടായിരുന്നുവെങ്കിൽ യേശുദമ്പുരാനും നമ്മുടെ യോഹന്നാൻ സ്നാപകനും ചോദിക്കുന്നു, ഇത്ര വലിയൊരു രക്ഷയെ നിങ്ങൾ അഗണ്യമാക്കിയാൽ എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? നിങ്ങൾ ഈ സത്യത്തെ കാണാതെ എവിടെ പോകാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ മുട്ടുകുത്തുക, നിങ്ങൾ പശ്ചാത്തപിക്കുക, ദൈവത്തിന്റെ മുൻപാകെ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തുറക്കുക, നിങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറയുക, എന്നിട്ട് കർത്താവിന്റെ കൃപ സ്വീകരിച്ച് നല്ല ജോളിയായിട്ട് നടക്കുക. ഇതാ പറഞ്ഞത്. പക്ഷെ ഇന്നലത്തെ നമ്മൾ ഈ കൊടുത്ത വാർത്ത, അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ കണ്ട് അതിൽ പലരും ഇതിനകത്തൊക്കെ എന്തോ ആത്മീയതയും ദൈവികതയും ഒക്കെ ഉണ്ടെന്ന് കരുതി പലരും വിഷമിക്കുന്നതും കമന്റ് ഇട്ടതും കണ്ടു. അയ്യോ, വളരെ വിഷമം തോന്നുന്നു, സങ്കടം തോന്നുന്നു. അന്നേരം ഇവരോട് ഒരു സൊല്യൂഷൻ, അതായത് ഈ പള്ളികൾ ഇതേപോലെ കാലഘട്ടത്തിന്റെ നിവൃത്തി പ്രാപിച്ച് ഈ വലിയ കരിങ്കൽ ഗോപുരങ്ങൾ തകരുകയോ കച്ചവടമാവുകയോ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ വിശ്വാസികളായ ആളുകളോട് എന്താണ് അവർക്കൊരു സൊല്യൂഷനായിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു ഉപദേശമായിട്ട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഗതിയാണ്. യേശു നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾ സമീപിക്കുക, നിങ്ങളുടെ ഹൃദയം തുറക്കുക, അന്തരേന്ദ്രിയങ്ങൾ ശോധന ചെയ്യുന്നതിന് വേണ്ടി കഴിവുള്ളവനായ പരിശുദ്ധാത്മാവിന്റെ മുൻപാകെ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. നിങ്ങൾക്ക് വലിയ സമാധാനം ലഭിക്കും. അതുകൂടാതെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ പർപ്പസ് ഓഫ് ക്രിയേഷൻ പറഞ്ഞു തരും. അത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, എൻ്റെ കർത്താവ് വീക്ഷിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല, ഇതെല്ലാം നശിച്ച് മണ്ണടിഞ്ഞ് പോകട്ടെ, എനിക്കെന്താ, എൻ്റെ കർത്താവിനോട് കൂടി എനിക്ക് വാസം ചെയ്യാം എന്നുള്ള ഉറപ്പും ധൈര്യം അവർക്ക് കൊടുക്കും. ഇതിന് എനിക്ക് യാതൊരു സംശയവും ഇല്ല. ഇവര് let them go closer to God. Let them go closer to God.
യേശു നിങ്ങളെ വിളിക്കുന്നു, നിങ്ങൾ അവനെ സമീപിക്കുക. അതാണ് എൻ്റെ കണക്കിനുള്ള സൊല്യൂഷൻ. അതാണ്. അതുപോലെ ഈ നമ്മുടെ ഭവനങ്ങൾ ആലയവുമാകട്ടെ. അയ്യോ, അത് സുനിൽ പറഞ്ഞു കഴിഞ്ഞില്ലയോ? അത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞ അപ്പോഴേ. അതായത് നമ്മുടെ ഭവനങ്ങളാണ് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഐ വിൽ ബിൽഡ് മൈ ചർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭവനത്തിന്റെ കാര്യമാണ്. ആ ഭവനത്തിൽ അത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഐ വിൽ ബിൽഡ് മൈ ചർച്ച് എന്ന് പറഞ്ഞ ആ ബിൽഡിങ് സ്പിരിച്വലാ, ഫിസിക്കൽ അല്ല. കർത്താവേ സ്തോത്രം, അത് സ്പിരിച്വലാണ്. ആ ബിൽഡിങ്ങിന്റെ മൂലക്കല്ല് എന്ന് പറയുന്നത് യേശുവാണ്, ക്രിസ്തു യേശു. അതായത് ബറിയോന ശിമിയോനെ, ഇത് നിനക്ക് വെളിവാക്കി തന്നത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ. ഈ പാറമേൽ, പാറ ക്രിസ്തു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നമ്മുടെ മൈ ചർച്ചിന്റെ മൂലക്കല്ല് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു തൊട്ട് അടുത്ത് നമുക്ക് പത്രോസിനെ പോലുള്ളവർ അറിയാമല്ലോ, ഓടിപ്പോയി ഒട്ടിപ്പിടിക്കും. പത്രോസ് ഓടിപ്പോയി ഒട്ടിപ്പിടിച്ചു. അവരാണ് 12 അപ്പോസ്തോലന്മാർ. യേശുവാകുന്ന മൂലക്കല്ല് അപ്പോസ്തോലന്മാർ 12 പേര് കൂടി ഉണ്ടാക്കിയതായ ഫൗണ്ടേഷൻ. അപ്പം നമ്മൾ ആരാന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരുത്തില്ലയോ? നമ്മളാണ് ജീവനുള്ള കല്ലുകൾ. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള കല്ലുകൾ. ഈ ഭിത്തി അങ്ങോട്ട് പണിയണ്ടായോ? നമ്മളാണ് ജീവനുള്ള കല്ലുകൾ. നമ്മള് യേശുവിന്റെ അടുക്കിലേക്ക് തിരിച്ചു ചെല്ലുന്ന ഉടനെ ഞാൻ ഈ പറഞ്ഞ 3 കാറ്റഗറി, മൂലക്കല്ലായ യേശു, അപ്പോസ്തലന്മാരായ ഫൗണ്ടേഷൻ, നമ്മളാകുന്ന ജീവനുള്ള കല്ലുകൾ, ജീവനുള്ള കല്ലിന്റെ ലൈൻ, അങ്ങനെ ഉണ്ടാകുന്നതാണ് മൈ ചർച്ച്. ഇത് ദൈവം തമ്പുരാൻ ഇതാണ് പറഞ്ഞത്. ഭോഷന്മാരായ നമ്മൾ വല്ലതൊക്കെ തെറ്റിദ്ധരിച്ചതിന് നമ്മൾ ദൈവത്തെ കുറ്റം പറയേണ്ട കാര്യമില്ല. അപ്പോൾ സുനിൽ പറഞ്ഞ പോയിന്റാണ് ഇവിടെ വരുന്നത്. ഈച്ച് ആൻഡ് എവ്രി ഹൗസ് ഷുഡ് ബിക്കം മൈ ചർച്ച്. പറഞ്ഞതാരെ? യേശുവാണ്. മൈ ചർച്ച് എന്ന് പറഞ്ഞാൽ ഞാനല്ല. ഐ വിൽ ബിൽഡ് മൈ ചർച്ച് എന്ന് പറഞ്ഞ യേശുവാ. അത് നിങ്ങളുടെയും എന്റെയും ഭവനങ്ങൾ കർത്താവ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവർ ഉണ്ടാക്കിയ ഈ പൗരോഹിത്യവർഗം അവരുടെ കച്ചവട അർത്ഥമുണ്ടാക്കിയ ഈ കരിങ്കൽ ഗോപുരങ്ങളും ഈ പള്ളികൾ എന്നിവർ വിളിക്കുന്ന ഈ വലിയ ഗോപുരങ്ങളും കച്ചവടമാകുകയോ തകർക്കപ്പെടുകയോ ചെയ്യുമ്പോൾ വിശ്വാസികളാരും അതിനകത്ത് വിഷമിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യേണ്ട. കാരണം നമുക്ക് നമ്മുടെ ആലയമായി നമ്മുടെ ഭവനമുണ്ട്. കർത്താവ് അവിടുത്തെ വിളക്ക. നമ്മുടെ ഭവനം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രകാശിക്കുന്ന സന്തോഷവും സമാധാനവും എപ്പോഴും ഉള്ളതായ ഭവനം നമുക്ക് ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സങ്കടപ്പെടണ്ട, നമ്മൾ സ്തോത്രം ചെയ്യുക, എപ്പോഴും സ്തോത്രം ചെയ്യുക. കർത്താവ് ഓരോ സ്റ്റെപ്പ് നമ്മൾ എങ്ങനെ വെക്കുമെന്ന് നമുക്ക് പറഞ്ഞു തരും. യുവർ ഹൗസ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് യുവർ ഹൗസ് ഈസ് സീൽഡ് ബൈ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. നമ്മള് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ സംസാരിച്ചതിന് കൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ, ക്രിസ്തു പിറന്നു, ക്രൈസ്റ്റ് ഈസ് ബോൺ ഇൻ യുവർ ഹാർട്ട്. ഇത് മതി. നമ്മുടെ ഭവനം ദൈവത്തിന്റെ ആലയം ആണ്. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെന്ത് ചെയ്യാനാ? എല്ലാവരും ഓടുകയേ ഉള്ളൂ. നമ്മുടെ കൂടെ എപ്പോഴും കാണുന്നത് ഹോളി സ്പിരിറ്റ് എപ്പോഴും നമ്മുടെ കൂടെ കാണും. ആ സമാധാനത്തിൽ നമ്മൾ ഇരിക്കുക. ദൈവം തമ്പുരാൻ ഇപ്പോഴും എല്ലാത്തിനും മതിയായവനായ ദൈവം നമ്മുടെ കൂടെ ഇല്ലയോ? അതുകൊണ്ട് നിങ്ങൾ വെറുതെ വ്യാകുലപ്പെടരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.